ഫാസിൽ സാർ വന്നു നമ്മൾ ഓടുകയാണ്. കഴിഞ്ഞ വാലന്റൈൻസ് ഡേക്ക് ഐ ഹാഡ് എ വാലന്റൈൻ ദാറ്റ് വൺ ഗായ് ഫ്രം അവർ കോളേജ്. ഡിസ്റ്റർബ് ചെയ്യാൻ മാത്രമാണ് ഇവരുടെ ഉദ്ദേശം. ഇവരും പഞ്ഞ പിള്ളേരെ, ബാക്കിയുള്ളവർ നന്നാവുന്ന ഇഷ്ടമേ അല്ല. കൂളിംഗ് ഗ്ലാസ് വെച്ചിട്ട് കുറച്ച് ക്ലാസ്സിൽ ബാക്കിയുള്ളവരൊക്കെ അങ്ങനെ ഇരിക്കുകയാണ്, നമ്മൾ മാത്രം അറിയുമ്പോൾ. I thought I could take you guys to my college and do a day in my life. How does that sound? Again, I'm looking at the screen, right? Not in the camera. Yeah, let's do a recap. Hello guys, today we can do a day in my life at my college. Today I'm in a 90s vibe. Pata nahi kyun. Like everything is so baggy. Baggy top, baggy jeans. This jeans is from Studio. It costs around, I don't know, I guess it's $7.99. It was $7.99, but I think in here a while ago. I bought it a while ago. Okay, you can hear my father playing something downstairs. I can't do anything about that. If I say something, yeah, I will be thrown out of the house. So I can't say anything. ഞാനിന്ന് കോളേജിൽ സ്കൂട്ടറിലായിരിക്കും പെർഹാപ്സ് പോവുക. ഐ ഡോണ്ട് നോ. ചിലപ്പോൾ സ്കൂട്ടറിൽ പോവും, ചിലപ്പോൾ ഐ വിൽ ബി ഗോയിങ് ബൈ ബസ്. എനിക്ക് സ്കൂട്ടറിൽ പോകണമെന്ന് ആഗ്രഹം. ഈ ലുക്കൊക്കെ വെച്ചത് ഞാൻ അത്ര ഭംഗിയാണെന്നില്ല. ഈ ഒരു ലുക്കിൽ ഞാനിങ്ങനെ ബസ്സിൽ പോകും, അങ്ങനൊന്നുമില്ല കേട്ടോ. ഇറ്റ്സ് ഓൾ അബൌട്ട് പീസിങ് ഓർ പീസ്. എല്ലാരും ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഈ പാട്ട് പാടിയല്ലേ, സോങ്. എൻ്റെ ലുക്കൊക്കെ ഓൾമോസ്റ്റ് മറ്റേതുപോലെ തന്നെയാണ്. ഞാൻ ഒന്നും ചെയ്തിട്ടില്ല എക്സ്ട്രാ. ലിപ്സ്റ്റിക് ഷെയ്ഡ് വേറെ ഏത് 2 കളേഴ്സാണ് മിക്സ് ചെയ്തത്. പക്ഷേ അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ഇറ്റ് ഓൾസോ ലുക്സ് ലൈക്ക് ആ കളർ പോലെ തന്നെ. എല്ലാ കളേഴ്സും അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ലുക്സ് സെയിം ബിക്കോസ് ഐ വാണ്ട് ദിസ് കളർ. ആ ഫൈനൽ റിസൾട്ട് എനിക്ക് ഈ കളറാണ്. അപ്പം ഐ കീപ് മിസ്സിങ് അൺടിൽ ഐ ഗെറ്റ് ദിസ് കളർ. സോ വാട്ട്സ് ദ ബെനിഫിറ്റ് ഓഫ് ഹാവിങ് ടു മെനി ഷെയ്ഡ്സ്? ഐ ഡോണ്ട് നോ. ഐ ഡോണ്ട് ഹാവ് ടു മെനി ഷെയ്ഡ്സ്. ഐ ഹാവ് 3 ഷെയ്ഡ്സ് ഓഫ് സംതിങ്. ആൻഡ് എൻ്റെ റെനയുടെ മാഡ്നെസ് ഇതുവരെ വന്നില്ല. വെയിറ്റിംഗ് ഫോർ ഇറ്റ്. ഐ റിയലി വാണ്ട് ദാറ്റ്. Can go to college. ഇതാണ് എൻ്റെ സ്റ്റഡി ഏരിയ. ഇത് ബാഗ് ഓൾ പാക്ഡ് ആണ്. ഫോണിന് പക്ഷെ ഒട്ടും ചാർജ് ഇല്ല ബിക്കോസ് ഐ വാസ് കീപ് ടേക്കിംഗ് ബ്ലോഗ്സ് ആൻഡ് ഓൾ. അത് കാരണം ചാർജറുമായിട്ടാണ് ഇന്ന് കോളേജിൽ പോകുന്നത്. ഇത് ഞാൻ എന്തിനോ കൊണ്ടുവന്ന് വെച്ചേക്കുന്നു കുറച്ച് പാർക്കില്ല. ഇതെൻ്റെ ലെൻസ് കാർഡിൻ്റെ കൂളിംഗ് ഗ്ലാസ്. കാരണം എനിക്ക് കൂളിംഗ് ഗ്ലാസ് വെക്കാതെ എനിക്ക് വണ്ടി ഓടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. And this is so cute, right? I bought it from one of my friend's house. അവരുടെ വീട്ടിൽ ഇത് കണ്ടപ്പോൾ ഞാനിങ്ങനെ എടുത്തുകൊണ്ട് പോകുന്നതാണ്. ഞാനിത് എടുത്തോട്ട് യൂസ് എടുത്തുകൊണ്ട് വന്നത്, അല്ല അവർ തന്നില്ല. ഞാൻ എന്തിവിടെ വീഡിയോ എടുത്താലും അപ്പം അച്ഛൻ ഇത് വെക്കും. കണ്ടു എനിത്തിങ്. ഇതെൻ്റെ നോട്ട്സൊക്കെയാണ് അഡ്മിനിസ്ട്രേറ്റീവിലൂടെയൊക്കെ. Meanwhile, I had a call. Now I am to go to my college. Going to go to my college. The bag is all packed. My sunglasses are here. Sunglass is here. I have another one, but അത് എവിടെ എനിക്ക് അറിഞ്ഞൂടാ. ഇത് ലെൻസ് കാർട്ടിൽ നിന്ന് വിൻസൻ ചേസിൻ്റെ. Yeah, I will put it, okay? Yeah. കൂളിംഗ് ഗ്ലാസ് വെച്ചിട്ട് കുറച്ച് ചോറാണെന്ന് എനിക്കറിഞ്ഞൂടാ. ഞാൻ കോളേജിൽ പോവാണ്. I will be back by 5 I guess.
ഞാൻ കോളേജിൽ പോവാണ്. ഐ വിൽ ബി ബാക്ക് ബൈ 5. കുറച്ച് ഓവറാണ് കൂടിങ് ഗ്ലാസ്, ഐ നോ ദാറ്റ്, ബട്ട് സ്റ്റിൽ ഇറ്റ്സ് നൈസ്. കാരണം സ്കൂട്ടർ ഓടിക്കുമ്പോൾ എല്ലാം പറ്റില്ല. എനിക്ക് താഴെ പോകണം, താഴെ പോയിട്ട് ഷൂവും സോക്സും ഇടണം, അച്ഛൻ വഴക്ക് പറയുന്നത് കുറച്ച് കേൾക്കണം, എന്നിട്ട് കോളേജിൽ പോകണം. കോളേജിൽ പോയിട്ട് ബാക്കിയാണ്. ഞാൻ കോളേജിലെ ക്ലാസ്സിലിരിക്കുകയാണ്. ഡിസ്റ്റർബ് ചെയ്യാതെ മാത്രമാണ് ഇവരുടെ ഉദ്ദേശം. ഇവരും പന്ന പിള്ളേരെ, ബാക്കിയുള്ളവർ നന്നാവുന്ന ഇഷ്ടമേ അല്ല, പണ്ട് പോലെ. അറ്റൻഡൻസ് എടുക്കുകയാണ് നമ്മുടെ ബാച്ചിൻ്റെ എടുത്ത് കഴിഞ്ഞ് വേറെ ബാച്ചിൻ്റെ അറ്റൻഡൻസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വലിയ ക്ലാസ് റൂമാണ്, ബിഗ് ക്ലാസ് റൂം. ഇപ്പം എനിക്കറിയാം ഇതിനകത്ത് ഓഡിയോ മൊത്തം ഡിസ്റ്റർബൻസ് ആയിരിക്കും, ഇവർ സംസാരിക്കുന്നതൊക്കെ ആയിരിക്കും കേട്ടത്, ഞാൻ സംസാരിക്കുന്നൊന്നും കേൾക്കുന്നില്ല എന്നൊക്കെ എനിക്കറിയാം. ബട്ട് സ്റ്റിൽ ഞാൻ എൻ്റെ ബെഞ്ച് മീറ്റ്സ് അശ്വിൻ, അപ്പു, ഞാൻ, അബി. ഞങ്ങൾ പുറത്ത് പോവാണ്. പുറത്ത് പോയിട്ട് വരാം. ക്ലാസ്സിൽ ബാക്കിയുള്ളവരൊക്കെ അങ്ങനെ ഇരിക്കുകയാണ്, നമ്മൾ മാത്രം ഇറങ്ങി പോകുന്നു. എനിക്കറിഞ്ഞൂടെ എന്തുകൊണ്ടാണ് ഇവരെ ഇറങ്ങിയോണ്ട് ഞാനും ഇറങ്ങി. അശ്വിനും ഞാനും വാഷ്റൂമിൽ പോകുന്നു, അവരെ ഓഫീസിൽ പോകുന്നത്. അശ്വിൻ, വാട്സ്ആപ്പ്, എങ്ങനെയുണ്ട് കോളേജ് ലൈഫ്? നമ്മുടെ ഡ്രസ്സ് ആക്ച്വലി മാച്ചിങ് ആണ്, ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോംബോ. കോളേജ് ലൈഫ് ഇസ് വെരി ബോറിംഗ്. കോളേജ് ലൈഫ് ഇസ് വെരി ബോറിംഗ്, കൈൻഡ് ഓഫ് ഇറ്റ് ഈസ്. അയ്യോ, സാറ് വരും. കോളേജിലെ വാഷ്റൂമിലെ മിററാണ്. പ്രിറ്റി നൈസ് റൈറ്റ്? ഇവിടെ ഒരു മിറർ എന്തായാലും ഉള്ളത് നന്നായി. പണ്ട് മിററൊന്നും ഇല്ലായിരുന്നു, ഇപ്പൊ എന്തായാലും ഒരു മിററുണ്ട്. ദിസ് ഈസ് മൈ കോളേജ്. കോളേജിൻ്റെ ഒരു പർട്ടിക്കുലർ ബ്ലോക്ക് മാത്രമാണത്. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് എന്തോ നടന്നു വരുന്നത്. വീഡിയോയിൽ കിട്ടും അങ്ങനെ പോയാലും. സാർ വന്നു, നമ്മൾ ഓടുകയാണ്. ഇല്ല സാർ ഇവിടെ നിൽക്കട്ടെ, കുഴപ്പമില്ല. ക്ലാസ് കയറുകയാണ്. ഈ ക്ലാസ്സിൽ ഈ പീരീഡിൽ ഫോൺ എടുത്ത് കൈവച്ച് സാർ ഫോൺ മേടിച്ചു കൊടുക്കും. സോ ഞാൻ ഉച്ചയ്ക്കൊന്നും കഴിച്ചില്ല, ഗ്രഹിച്ചിട്ടുണ്ട്. അടുത്തവർക്ക് ഓക്കെ. ഇതാണ് നമ്മുടെ ക്യാൻറ്റീൻ. വി ആർ ഗോയിങ് ടു ബൈ സംതിങ്. ഗൈസ്, കോളേജ് കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ പോവാണ്. വീട്ടിൽ പോകാനായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. ക്ലാസ്സിൽ നിന്നിട്ട് ലാസ്റ്റ് നമ്മളാണ് ഇറങ്ങിയത്. ഞാൻ അശ്വനെ കൊണ്ടുവന്ന് വീട്ടിൽ വിട്ടിട്ട് ഞാൻ പോകും. കോളേജിൽ നിന്ന് ഇറങ്ങുകയാണ്. അതല്ല, കേട്ടോ ഗൈസ്, they so mean to me. അതാണ് എനിക്ക് മെയിൻലി പറയാനുള്ളത്. they are so mean, very mean. പിന്നെ ഇതാണ് ജെയിനു, ഇതാണ് സ്വപ്നാക്ക, ഇതാണ് സൈതേട്ടൻ. They are my friends, my classmates, my everything. That's Abhina, most beautiful girl in Kerala. Yeah, well. Bye. Hey. ഞാൻ കോളേജിൽ നിന്ന് തിരിച്ചു വന്നു. I thought I can do a get unready with me. മേക്കപ്പ് ഒന്നും ഒത്തിരി ഒന്നും ഇട്ടിട്ടില്ല, എങ്കിലും I think we can do a get unready with me. Exams are like here and I haven't started for that. Transfer of properties is a little bit hard for me. ബാക്കിയെല്ലാം ഈസിയാണ്, വലിയ പ്രോബ്ലം ഇല്ല. അഡ്മിനിസ്ട്രേറ്റീവ് ലോ, കോൺസ്റ്റിറ്റ്യൂഷൻ, കോൺട്രാക്ട് സെക്കൻഡ്, ഫാമിലി ലോ, അത് ഇത്രയും കുഴപ്പമില്ല. ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടീസ് is a little bit hard for me. Yeah, I will show my big mirror here. Yeah, well, back side of the vlog. അപ്പം ഒരു അൺറെഡി വിത്ത് മീ ചെയ്യാം. ടുനൈറ്റ് ഐ ആം ഗോയിങ് ഫോർ എ മൂവി. പ്രേമലൂന്ന് പോവാണ്, ട്രിവാൻഡ്രം ന്യൂ തിയേറ്ററിൽ. ഇതിനകത്ത് സൗണ്ട് ഡിസ്റ്റർബൻസ് ഉണ്ട്. എൻ്റെ അനിയത്തെ അടിയിൽ എന്തോ വീഡിയോ കാണുന്നതാണ്. ഐ കാൺട്ട് ഡു എനിത്തിങ് ഓൺ ദാറ്റ്. ഞാനിപ്പോൾ എന്തെങ്കിലും പോയി പറഞ്ഞുകൊണ്ട് മാത്രം സൗണ്ട് കൂട്ടി വെക്കും. സോ ദാറ്റ്
ഈ രണ്ട് പാക്കറ്റാണ് റെഡി വിത്ത് മീ. അതിന് ഞാൻ യൂസ് ചെയ്യുന്നത് ഈ പ്ലം ഗുഡ്നെസ്സിൻ്റെ ഈ ഒരു ബാം ക്ലെൻസർ അല്ലേ ഇത്, എന്താണ് സാധനം, ക്ലെൻസിങ്. ഇത് ഇച്ചിട്ടാണ് ഞാൻ മിക്കപ്പോഴും ഞാൻ ഇച്ചിരിയെങ്കിലും ഒരുങ്ങിയിട്ടുണ്ടെങ്കിൽ ഇതാണ് യൂസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഒട്ടും ഒരുങ്ങുന്നത് നമ്മൾ സൺസ്ക്രീൻ മാത്രം ഇട്ടിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ പ്രത്യേകിച്ചൊന്നും യൂസ് ചെയ്യാറില്ല. ഞാനങ്ങനെ ഫേസ് വാഷ് ഇട്ട് കഴിയത്തേ ഉള്ളൂ. എന്തെങ്കിലും ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പ്രോബ്ലി ഞാനിത് യൂസ് ചെയ്ത് ക്ലീൻ ചെയ്തിട്ടുണ്ടോ. നൈസ്, നോട്ട് ദാറ്റ് ബാഡ്. ഇപ്പം എൻ്റെ ഐബ്രോസ് അണ്ടണാവും, എന്നെ കാണുമ്പോൾ ബോർ ലുക്കാണ്. ഐബ്രോസിലാണ് എല്ലാം ഇരിക്കുന്നത്. ഐബ്രോസ് മാറി കഴിയുമ്പോഴത്തേനും അതിൽ ലുക്ക് ടോട്ടലി ഡിഫറെൻറ്റ്. എനിക്ക് കണ്ണാടില്ല, കണ്ണാടിയില്ല, അത് കാരണം ഞാൻ സ്ക്രീൻ നോക്കുന്നത്. മസ്കാര കിട്ടിയിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് ക്ലെൻസ് ചെയ്യണം, നന്നായിട്ട് ചെയ്യണം, അതിൽ ടൈം എടുത്തിക്കണം. ഞാൻ മസ്കാര ഇടാറില്ല, കാരണം മസ്കാര ആയിട്ട് കോളേജിൽ പോയി കഴിഞ്ഞാൽ എളുപ്പം ഞാൻ ടയർഡാവും. എനിക്ക് ചെറുതായിട്ട് തലവേദന ഇന്നലെയും തലവേദനയുണ്ട്. തിങ്കിങ് അബൌട്ട് ഓയിലിംഗ് മൈ ഹെയർ ടുഡേ. കംപ്ലീറ്റ് ഓയിലിംഗ് അല്ല, കുറച്ച് മുടി മാത്രം. ലൈക്ക് മുടി ഓയിലി ചെയ്ത മാതിരി ഓയിലി ആയിട്ടിരിക്കരുത്, പക്ഷേ ചെറുതായിട്ട് ഓയിലിന് അംശവും വേണം. ദാറ്റ്സ് വാട്ട് ഐ ആം പ്ലാനിങ്. പ്ലെയിൻ പോയി കാണിച്ചാൽ ഇവിടെ ഇരുന്ന് വീഡിയോ എടുത്തു കഴിഞ്ഞാൽ ഞാൻ കാറിന്റെ ബൈക്കിന്റെ ഓട്ടോയുടെ ഒന്നും സൗണ്ട് അല്ല നമ്മൾ പേടിക്കേണ്ടത്, പ്ലെയിനിന്റെ സൗണ്ടാണ്. ഇവിടെ ഇങ്ങനെ പ്ലെയിൻ പോയിക്കൊണ്ടേയിരിക്കും. പിന്നെ മറ്റന്നാൾ വാലന്റൈൻസ് ഡേ ആണ് ഒറിജിനൽ ടൈം ലൈനിൽ. പ്രത്യേകിച്ച് ഡിഫറൻസ് ഒന്നും ഇല്ല. അന്ന് റെഡ് കളർ ഡ്രസ് ഇടും, അതാണ് അന്നത്തെ ഗെറ്റ് റെഡ് വാലന്റൈൻസ് ഡേ ആയതുകൊണ്ടുള്ള ഡിഫറൻസ്. കഴിഞ്ഞ വാലന്റൈൻസ് ഡേക്ക് ഐ ഹാഡ് എ വാലന്റൈൻ ദാറ്റ് one guy from our college, they were taking some video relating some parties or something. അവരിങ്ങനെ എന്തോ പാർട്ടിയുടെ ബിലീവ് ബൈ മൈ വാലന്റൈൻ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക. അപ്പം ബിലീവ് ബൈ മൈ വാലന്റൈൻ ചേട്ടൻ വന്നിട്ട് അടുത്ത് ചോദിച്ചപ്പോൾ വീഡിയോ ഒക്കെ എടുത്ത്. ദാറ്റ് വാസ് സോ ക്യൂട്ട്. Yeah, I said yes, and he gave me a dairy milk. Yeah, just for that video. I don't know that person personally. ഇപ്പോൾ കോളേജിലുണ്ടോ പാസ് ഔട്ട് ആയപ്പോൾ എനിക്കറിയില്ല. കഴിഞ്ഞ അക്കാഡമിക് ഇയറിൽ നമ്മൾ ഫസ്റ്റ് ഇയർ ആയിരുന്നു, അപ്പം എടുത്തതാണ് ആ വീഡിയോ. അപ്പം തലയിൽ ഓയില് ഞാൻ ബാക്ക്. എനിക്ക് ആക്ച്വലി 4 കോംസ് ഉണ്ട്. 1 ഇതാണ് മറ്റേ അൺടാങ്കിളിങ് ഞാൻ യൂസ് ചെയ്യുന്നത്. 2 ബേസിക് കോം. 3 ഇത് മറ്റേ ഇത് പക്ഷെ ഞാൻ ഉപയോഗിക്കാറില്ല, ഇതിന് കോമ്പ് എൻ്റെ കയ്യിലുണ്ട്. പിന്നെ ഇതാണ് ഞാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത്. ഇത് പക്ഷെ ഭയങ്കര ഡേർട്ടി ആയിട്ടിരിക്കുകയാണ്, ഞാൻ ഉപയോഗിക്കുന്നതെന്ന് കണ്ടാലേ അറിയാം. സോ നൗ ഐ തിങ്ക് ഐ ഷുഡ് untangle it first. This is my natural hair. അല്ല, ഞാൻ സ്ട്രൈറ്റനിങ് ചെയ്തതല്ല, ഇത് നാച്ചുറൽ ഹെയർ തന്നെയാണ്. സ്ട്രൈറ്റനിങ് സ്മൂത്തനിങ് അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. എത്രയാണ് ഞാൻ മുന്നിൽ എടുത്തേക്കുന്ന കയ്യിലെടുത്തിട്ട് വളരെ കുറവ്. ഡ്രോപ്പ് നന്നായിട്ട് തേപ്പിട്ട് കൊച്ചിലേക്ക് എല്ലാ ദിവസവും തലയിൽ എണ്ണ വെക്കും. ഒരു ദിവസം ആ ഹാബിറ്റ് മാറ്റാനായിട്ട് നമുക്ക് പറ്റൂല. കൊച്ചിലെ തലയിൽ എല്ലാ ദിവസവും എണ്ണ വെച്ച് കഴിഞ്ഞാൽ വലുതാകുമ്പോൾ നമുക്ക് ആ ഹാബിറ്റ് മാറ്റാൻ ഭയങ്കര ഡിഫിക്കൽട്ട് ആയിരിക്കും. Okay, then day in my life, get ready with me, then oiling my hair. That was, I think those things were really nice. ഞാൻ കേരള ലോ അക്കാഡമിയിലെ സെക്കൻഡ് ഇയർ ലോ സ്റ്റുഡൻ്റ് ആണ്. Yeah, that's what I'm doing.
Yeah, I hope everyone liked my video. I'm trying in a small scale things. I don't know if it gets success or not, but I will definitely do this again and again because this makes me happy. And then, yeah. And then, if you like this video, please do like, share, and subscribe to Pinteresty Me. And Pinteresty Me, I will do some exciting vlogs in coming days. അയ്യോ ആരോടോ പൈപ്പിലെ വെള്ളം തോർന്നു സൗണ്ട് കേൾക്കും. Do like, share, and subscribe.